ചൈനയ്ക്ക് വീചാറ്റ് ഉണ്ട്, റഷ്യയ്ക്ക് ടെലഗ്രാം ഉണ്ട്, അമേരിക്കയ്ക്ക് വാട്സപ്പ് ഉണ്ട്, ഇന്ത്യക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചിരുന്ന ആളുകളുടെ മുമ്പിൽ പറയാനെങ്കിലും നമുക്കിന്ന് അരാത്തൈ എന്ന് പറയുന്ന മെസ്സഞ്ചർ ഉണ്ട്. അതും വാട്സപ്പിനോട് കിടപിടിക്കുന്ന മികച്ച ഫീച്ചേഴ്സ് ഉള്ള, ഏറ്റവും മികച്ചതും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ ആ ഒരു സാധ്യതകളെ അസാധ്യമായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ അരാത്തൈ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ അരാത്തൈ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ളവർ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്പിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ. പിന്നെ നടന്നത് ചരിത്രമെന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഒരു 50 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിയും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കാണാനിടയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇത്രയും കാലം ഡിജിറ്റൽ സേവനങ്ങളുടെ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഇന്ത്യ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. അതായത് നമ്മൾ ഒന്നിനെ നിരോധിച്ചുകൊണ്ടല്ല ഇവിടെ ഒന്നിനെ വളർത്തുന്നത്. ഒന്ന് നിലനിൽക്കുമ്പോൾ തന്നെ അതിനൊപ്പം മറ്റൊന്നിനെ വളർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ചൈനയ്ക്ക് തദ്ദേശീയമായ ആപ്പുകൾ രൂപകൽപ്പന ചെയ്യുവാൻ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ സകലതിനെയും അവരുടെ രാജ്യത്ത് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് നിരോധിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ത്യക്കാര് ഇവിടെ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നും നിരോധിച്ചിട്ടില്ല, മൈക്രോസോഫ്റ്റ് നിരോധിച്ചിട്ടില്ല. കാരണം നമ്മുടെ കയ്യിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊന്നും ഇല്ല എന്നുള്ളതും സത്യമാണ്. പക്ഷെ നിരോധിച്ചിട്ടുമില്ല. എന്നിട്ടും വാട്സപ്പിനെ പോലും മറികടന്നുകൊണ്ട് ദിവസേന 3.5 ലക്ഷത്തിലധികം സൈനപ്പുകൾ നേടിക്കൊണ്ട് റെക്കോർഡ് നേട്ടങ്ങളുമായി ജൈത്രയാത്ര തുടരുകയാണ് അരാത്തൈ. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്കിടയിൽ അരാത്തൈ ഇത്രയും സ്വീകാര്യമാവുന്നത്? അത് നമ്മുടെ രാജ്യസ്നേഹം കൊണ്ടാണ്, നമ്മുടെ ദേശസ്നേഹം കൊണ്ടാണ്. ഇന്ത്യക്കാർക്ക് അത്രത്തോളം ഇഷ്ടമാണ് നമ്മുടെ ഈ രാജ്യത്തെ. നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും ഒന്നാമതെത്തണമെന്ന് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറയുന്നത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസിലൊന്നുമല്ല. സകലരും ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന സകലരും ഈ മണ്ണിൽ ഉറങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ മണ്ണിൽ ജനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടവരാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാകും. അരാത്തൈ എന്ന് പറയുന്നത് ഒരു മികച്ച പ്ലാറ്റ്ഫോം ആണെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന ചില പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായ ട്രാഫിക്. ഒരുപക്ഷെ ഒരു കമ്പനി തുടങ്ങി ഒരു 5-10 വർഷത്തിൽ ഉണ്ടാകേണ്ട ട്രാഫിക് 2-3 ദിവസം കൊണ്ട് അരാത്തൈ എന്ന് പറയുന്ന കമ്പനിക്ക് നേരിടേണ്ടി വരികയാണ്. അത്രത്തോളം ആളുകളാണ് ദിവസേന ഇതിലേക്ക് കയറുന്നത്. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കെങ്കിലും ചില ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ കമ്പനി അതൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നിരന്തരമായിട്ട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഉടനടി പരിഹരിച്ച് സെർവറൊക്കെ കൂടുതൽ വിപുലീകരിച്ച് ഭയങ്കരമായിട്ട് തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ ഈ ഒരു സോഹോ കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത്. ഇത് കുറച്ച് ദിവസം ഹൈപ്പിൽ നിന്നിട്ട് താഴ്ന്നു പോകാൻ പോകുന്ന ഒരു സാധനമല്ല. മറിച്ച് അരാത്തൈ ഒരു ഒന്നാന്തരം ഒരു എതിരാളിയായിട്ട് വാട്സപ്പിന് മാറാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. ഇന്ത്യക്കാർ കാത്തിരിക്കുകയായിരുന്നു നമ്മുടേതെന്ന് പറഞ്ഞ് എന്തിനെങ്കിലും ഒക്കെ ഇതുപോലെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി. അരാത്തൈ എന്ന് പറയുന്ന ഈ ഒരു ആപ്പിനെ ഇന്ത്യക്കാർ നെഞ്ചിൽ സ്വീകരിക്കും, ഹൃദയത്തിൽ സ്വീകരിക്കും. അത് നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ലാഭമുണ്ടായിട്ടല്ല, നമ്മുടെ രാജ്യത്തിന് ഇത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. നമ്മൾ ഈ അരാത്തൈ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും തരുമോ? ഇല്ല. നമുക്ക് ഇതേ സേവനം വാട്സപ്പും തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേറെ വേറെ പ്ലാറ്റ്ഫോംസ് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു? ഇത് നമ്മുടെ ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഡേറ്റകൾ സുരക്ഷിതമായിട്ട് നിൽക്കും. നമ്മുടെ രാജ്യത്തിന് ഇത് നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ ഒരു കമ്പനിയാണ്, മറ്റൊരു രാജ്യത്തിന്റെ കമ്പനിയല്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യക്കാർ ഈ ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ അരാത്തൈ ഒരുപാട് റെക്കോർഡുകൾ നേടി ഞാൻ പറഞ്ഞുവല്ലോ. ഈ ആപ്പ് സ്റ്റോറിൽ നമ്മുടെ അരാത്തൈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കാറ്റഗറിയിൽ 1ാം റാങ്കിലേക്ക് എത്തുന്നത് വരെ കാര്യങ്ങളെത്തി. ആപ്പ് സ്റ്റോറിൽ 1ാമത്. ഒറ്റ കാരണമേ ഉള്ളൂ, ഇന്ത്യക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത്. അത്രത്തോളം ഉണ്ട് ഇന്ത്യക്കാരുടെ ശക്തി. നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏതാനും കുറച്ച് മനുഷ്യർ വിചാരിച്ചാൽ മതി, മുഴുവൻ ഇന്ത്യക്കാർ വിചാരിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് 135 കോടി ജനങ്ങൾ ഉള്ളതിൽ ഏതാണ്ട് കുറച്ച് ലക്ഷം മനുഷ്യർ വിചാരിച്ചാൽ പോലും നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഇത്രയേറെ സക്സസ് ആകുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് തുടങ്ങിയാലും അത് വിജയിക്കും. ആരെന്ത് തുടങ്ങിയാലും വിജയിക്കും. നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് പോലെ ലോകത്തൊരിടത്തും പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവിക്കുന്ന രാജ്യമാണിത്. നമുക്ക് അമേരിക്കയിൽ പോയാൽ പോലും 30 കോടിയല്ലേ കാണുള്ളൂ അവിടെ, അല്ലേ? എന്നാൽ ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ അരാത്തൈ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം
നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ കൂടുതൽ സേവനങ്ങൾ അവർ വാഗ്ദാനം ചെയ്യുകയുമാണ്. മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉണ്ടല്ലോ ഈ അരാത്തയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ഇവരാരും മിണ്ടുന്നില്ല. കാരണം പ്രൊമോട്ട് ചെയ്യാൻ പേടി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് കയറി സക്സസ് ആയി കളയുമോ എന്നുള്ള ഭയം. ഇത്രയും കാലമുണ്ടല്ലോ ഈ ഇന്ത്യക്കാരായിട്ടുള്ള സയന്റിസ്റ്റുകളുടെയും ഇന്റലിജന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരുടെയും ഒക്കെ സേവനങ്ങൾ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒക്കെയാണ്. ഇപ്പൊ ഇവന്മാർക്ക് ഇന്ത്യക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവിടെയുള്ള കുറെ മറ്റേ ദേശീയവാദികൾ പറയുന്നത് നമ്മൾ അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാണ്. യാഥാർത്ഥ്യം എന്താണ്? അവർക്ക് ബുദ്ധിയും ബോധവും കുറഞ്ഞപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. ഇന്ത്യക്കാരുടെ തലച്ചോറിനെയാണ് അവർ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരവിടെ പലതും ഇന്ന് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് വേണ്ട എന്ന് അവർ പറഞ്ഞത്. ഈ ഇന്ത്യക്കാരുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ആ രാജ്യങ്ങളെ ശക്തമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാര് അവരൊന്ന് മാറി ചിന്തിച്ചാൽ നമ്മുടെ രാജ്യത്ത് കണ്ടില്ല, ഈ അരാത്ത എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് അവർക്ക് ഉറപ്പായും ഒരു മാതൃകയാണ്. സാധനം നല്ലതാണോ അത് ഇന്ത്യക്കാർ ഏറ്റെടുത്തിരിക്കും. അല്ലാതെ എന്തെങ്കിലും തട്ടിക്കൂട്ടി പരിപാടി ഒപ്പിച്ചിട്ട് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റിച്ചിട്ട് പോകാന്നും പറഞ്ഞ് വന്നാൽ ഇവിടെ വർക്കാവില്ല. മറിച്ച് നമുക്ക് വേണ്ടത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഐറ്റങ്ങളാണ്. അതിപ്പോ അരാട്ടെ ആയിക്കോട്ടെ, ഇനിയിപ്പോ നാളെ നമുക്ക് യൂട്യൂബിന് ഇന്ത്യയുടെ ഒരു യൂട്യൂബ് വേണ്ടേ, നമുക്ക് ഇന്ത്യയുടെ ഒരു ഫേസ്ബുക്ക് വേണ്ടേ, ഇന്ത്യയുടെ ഒരു മൈക്രോസോഫ്റ്റിന് ഒരു ബദൽ വേണ്ടേ, നമുക്ക് ഇന്ത്യയുടെ ഒരു ഗൂഗിൾ വേണ്ടേ, ഒരു സെർച്ച് എഞ്ചിൻ വേണ്ടേ, ഒരു ഈ ചാറ്റ് GPT കിടപിടിക്കുന്ന അതിനേക്കാൾ മുന്നിൽ പോകുന്ന ഒരു AI പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടേ. തീർച്ചയായിട്ടും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇന്ത്യയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയുള്ളൊരു 10 വർഷം ഇന്ത്യ ടെക്നോളജി രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഓൾറെഡി സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ ഇന്ത്യ വളരെ മുമ്പിലാണ്. സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഈവൻ ഇപ്പോൾ AI കാര്യമുണ്ടല്ലോ, AI കാര്യത്തിൽ ഇന്ത്യ വളരെ മുമ്പിലാണ്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ നമ്മൾ US ഇന്ത്യയും ചൈനയും ഇന്ത്യയും ഒക്കെ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയും ചൈന നമ്മളെക്കാൾ 10 വർഷം മുമ്പിലാണ്, 20 വർഷം മുമ്പിലാണെന്നൊക്കെ നമ്മൾ പറയും. അമേരിക്ക നമ്മളെക്കാൾ 30 വർഷം മുമ്പിലാണ്, 40 വർഷം മുമ്പിലാണെന്നൊക്കെ പറയും. നമ്മൾ എങ്ങനെ ഇതിനെ മറികടക്കും? അതിന് നമുക്ക് എന്താണ് ഒരു എളുപ്പവഴി? അതിനുള്ള എളുപ്പവഴി സത്യത്തിൽ ലോകത്ത് ഓൾറെഡി കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് AI ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2-3 ക്ലിക്കിൽ നടക്കും. അത് ഒരാളുടെ ഫേസ് മാറ്റി വയ്ക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫൺ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, ഒരു 10 സെക്കൻഡിന്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, പണ്ട് മണിക്കൂറുകൾ എടുത്ത് ചെയ്യേണ്ടി വന്നിരുന്ന ഒരു ജോലി ചെയ്യാൻ നമുക്കിന്ന് സെക്കൻഡുകൾ മതി, ക്ലിക്കുകൾ മതി, 2-3 ക്ലിക്കുകൾ മതി. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു സാമ്പത്തികമായും അല്ലെങ്കിൽ ടെക്നോളജിയിലും ഒക്കെ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്യുന്നത്? AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് എളുപ്പത്തിൽ ജമ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ചൈനയിലും US ഉള്ളതിനേക്കാൾ വേഗത്തിൽ AI ടെക്നോളജിയുടെ ഒരു ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്താൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയുടെയും ചൈനയുടെയും മുകളിലൂടെ ജമ്പ് ചെയ്ത് അവരുടെ മുകളിലേക്ക് വേണമെങ്കിൽ പോലും എത്താൻ കഴിയും. ആ പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അതിനുള്ള കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ഭാവി നമ്മുടെ മുമ്പിലുണ്ട്. അരാത്തയുടെ ഈ വിജയം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ഇന്ത്യൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രമല്ല, സത്യസന്ധമായിട്ട് ഞാനൊരു തേർഡ് പാർട്ടി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചാലും എനിക്ക് ഇതേ പറയാനുള്ളൂ. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ട്രാഫിക് കാരണം ഉണ്ടാവുന്ന ചില തടസ്സങ്ങൾ മാത്രം വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ ഇവിടെ ഹോസ്റ്റിംഗ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സെർവറുകളൊക്കെ ഒരു പരിമിതികളുണ്ട്. നമ്മളൊരു തുടക്ക കാലത്താണ് നിൽക്കുന്നത് ഈ ഒരു ടെക്നോളജിയിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് പരിമിതിയുണ്ട്. അത് മറികടക്കാൻ ഇനി എളുപ്പത്തിൽ കഴിയും. സോഹോ കോർപ്പറേഷൻ വലിയ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് ഈ ഒരു ഉദ്യമവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഇത് നൽകുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് പ്രതിദിനം 3000 പേരാണ് ഈ അരാത്ത എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ സൈൻ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അത് 3.5 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം. അപ്പൊ അവർ ഫേസ് ചെയ്യുന്ന ഒരു ട്രാഫിക് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്, മിറാക്കിൾ ആണിത്. സോ മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഡിജിറ്റൽ മിറാക്കിൾ ആണ്. സോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാധനത്തിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് ടൈം വേണം. പക്ഷെ ഇനി അവർ പിന്നോട്ട് പോയില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഒരു സാധനം കൊണ്ടുവന്നാൽ അത് ഹിറ്റ് ആവും, അത് സക്സസ് ആവുമെന്ന് സോഹോ കോർപ്പറേഷന് മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ ഊർജത്തോടെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും അവർക്കിനി കിട്ടും. അവർ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വരും. ഇത് മറ്റ് സ്റ്റാർട്ടപ്പുകൾക്കും മറ്റ് കമ്പനികൾക്കും പ്രചോദനമാകും. ഇന്ത്യക്കാര് ഈ
രക്തദാഹികളായിട്ടുള്ള രക്തരക്ഷസുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഇങ്ങനെ തദ്ദേശീയമായ ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് നമ്മൾ ദാഹിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് വേണം, നമ്മുടെ യൂട്യൂബ് വേണം, നമ്മുടെ ഗൂഗിൾ വേണം, നമ്മുടെ വാട്സപ്പ് വേണം. അല്ലാതെ അമേരിക്കക്കാരൻ്റെതല്ല. നമുക്കിതൊക്കെ ഇരുന്നോട്ടെ, നമുക്കൊരു സൈഡിൽ വേണമെങ്കിൽ ഇതൊക്കെ നോക്കാൻ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് നമ്മുടേതെന്ന് പറഞ്ഞ് വേണം. നാളെ വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ഗൂഗിളും കാണിച്ചിട്ട് നമ്മളോട് ആളാകാൻ, നമ്മളെ വിരട്ടാൻ ഒരു സായിപ്പിനും ധൈര്യം വരരുത്. സത്യത്തിൽ അരാത്തയുടെ ഈ ഒരു സക്സസ് ഉണ്ടല്ലോ, ഇത് അമേരിക്കയ്ക്കും ട്രംപിനുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇന്ത്യക്കാരെ ചൊറിയാൻ വരരുത്. ഇന്ത്യക്കാര് വിചാരിച്ചാൽ ഇതുപോലെ പലതും നമുക്കും കഴിയും. ഞാൻ പറയുന്നില്ല ഇന്ത്യ അമേരിക്കക്കളങ്ങ് ഭയങ്കരമായി മാറിയെന്ന്. കാരണം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു 200 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങൾ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. പക്ഷെ അവരുടെ അഹങ്കാരത്തിന് മുന്നിൽ നമ്മൾ ഒരിക്കലും തലകുനിക്കേണ്ട കാര്യമില്ല. ശ്രമിച്ചാൽ അവർക്കൊപ്പം എത്താൻ, ഒരു പക്ഷേ അവർക്ക് മുകളിലെത്താൻ നമുക്കും കഴിയും. ആ ആത്മവിശ്വാസം നമുക്കുണ്ട്. അതിനുള്ള കഴിവുള്ള ചെറുപ്പക്കാർ ഈ രാജ്യത്തുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റുമുണ്ട്. ഒരു കൃത്യമായൊരു സിസ്റ്റം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സക്സസ് ആവാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് വാട്സപ്പിന് ബദലായി ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന അരാത്തൈ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.